ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ആദ്യ പ്രതികരണങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് വരുന്നു എന്നുള്ളതാണ്. ആദ്യ ഓരോ മണിക്കൂറിലും 4000 5000 ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തതെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ നല്ല ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള ഒരു പേര് സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. നല്ല ഒരു ഫസ്റ്റ് ഹാഫും അതിന് മുകളിൽ നിൽക്കുന്ന സെക്കൻഡ് ഹാഫുമായി താരതമ്യേന നല്ല ഒരു സിനിമയായി പറയുന്നു. പണ്ട് നമ്മൾ കണ്ടിരുന്ന ഓരോ സിനിമയുടെയും രീതിയിലേക്ക് വരുന്ന ഒരു സിനിമ. ചിലരൊക്കെ പറയുന്നു ഇത് വെട്ടം പോലെയുള്ള സിനിമകളിലെ ആ ഒരു രീതിയിലാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈനറായിട്ട് തന്നെയാണ് സിനിമ ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ നിറഞ്ഞ് കവിയുന്ന അല്ലെങ്കിൽ ചുവന്ന് തുടുക്കുന്ന ബുക്ക് മൈ ഷോ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ആദ്യ അഭിപ്രായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമയ്ക്ക് മികവ് എന്നുള്ളത്. എന്തായാലും പൃഥ്വിരാജ് ആടുജീവിതത്തിന് ശേഷമുള്ള ഈ ഒരു സിനിമ ഏറെ വ്യത്യസ്തവും അതുപോലെ തന്നെ ഏത് നടനും കൊതിക്കുന്ന തലത്തിലുള്ള ഒരു സിനിമയുമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ എല്ലാം പ്രതികരണം ഒരു നല്ല കോമഡി എൻ്റർടൈനർ എന്നുള്ളതാണ്. നമുക്കറിയാം ബേസിലിൻ്റെ സേഫ് സോണാണ് ഈ ഒരു സിനിമ. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അത്ര വഴങ്ങുന്നതല്ല കോമഡി എന്ന് ഇതുവരെ നമുക്കറിയാമെങ്കിൽ അതിലേക്ക് അദ്ദേഹവും എത്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച രീതിയിൽ കോമഡി വർക്കൗട്ട് ആവുന്നു. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ജനങ്ങളെ പിടിച്ചിരുന്നു. അതായത് വീണ്ടും അടുത്ത ഒരു ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് സിനിമ വരുന്നു. ഈ ഒരു മാസത്തെ ആദ്യ ഹിറ്റായിട്ട് ഈ സിനിമ വരികയാണ്. നമുക്ക് കാത്തിരിക്കാം. എന്താണേലും തകർക്കട്ടെ. ആദ്യ ദിനം ഇതുവരെ 1.25 കോടിയോളമാണ് പ്രീ സെയിൽ കടന്നിരിക്കുന്നത്. ഫസ്റ്റ് ദിവസം 4 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് നമുക്ക് വൈകുന്നേരം കളക്ഷൻ റിപ്പോർട്ടുകളിലൂടെ വരാം. കാത്തിരിക്കുക. ഗ്രേ മീഡിയാസ്.